വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഏറ്റവും ലാസ്റ്റിലത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ ചാപ്റ്റർ 9 ബെറ്റർ ലൈഫ് സ്റ്റൈൽ ഫോർ എ ബ്രൈറ്റർ ടുമാറോ. ബെറ്റർ ലൈഫ് സ്റ്റൈൽ ഫോർ എ ബ്രൈറ്റർ ടുമാറോ, മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി എന്ന് പറയുന്ന ചാപ്റ്റർ. അതിനകത്തിൽ നിങ്ങളുടെ ടെസ്റ്റിനകത്തുള്ളതിൻ്റെ ആദ്യമേ കുറേ കാര്യങ്ങൾ പഠിക്കാൻ, നിങ്ങൾ കാണാതെ പഠിക്കാൻ വേണ്ടി അതിനകത്തിലൊന്നും ഇല്ല കേട്ടോ. ആദ്യത്തെ 1-2 പേജിലേ, കാരണം അതൊന്ന് വായിച്ച് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാവും ഞങ്ങൾ. നോക്കിയേ, ബെറ്റർ ലൈഫ് സ്റ്റൈൽസ് ഫോർ എ ബ്രൈറ്റർ ടുമാറോ അല്ലേ. നോക്കിക്കേ, ഐ ഹാഡ് ടു വോക്ക് 4 or 5 kilometers ടു സ്കൂൾ എവറി ഡേ ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ്. നോക്കിക്കേ, അവിടെ ഒരു അപ്പൂപ്പൻ കുടയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ, ഒരു കൊച്ചിപ്പുറത്ത് നിൽപ്പുണ്ട്. ഗ്രാൻഡ് ബാ, ഐ ആം ആൾസോ ഇൻ ദ സെയിം സ്കൂൾ വേർ യു ഹാഡ് സ്റ്റഡീഡ്, ബട്ട് നൗ വി ഡോണ്ട് ഹാവ് ടു വോക്ക് at all. The school bus reaches our gate and we just have to wait there എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്പൂപ്പനും മോളും കൂടെ കേട്ടോ, അപ്പൂപ്പനും മോളും കൂടെ. ഇപ്പം എല്ലാവരും ഇല്ല, അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ എന്താവും നിങ്ങൾ, മിക്കവാറും ഉള്ള എല്ലാ അമ്മമാരും ഗൾഫിലാണ് അല്ലേ, എന്തെങ്കിലും ഒക്കെ ജോലിക്കായിട്ടാണ്. അപ്പോൾ നോക്കുന്ന മിക്കയിടത്തേ അല്ലേ, ഒരു 50 കുട്ടികളെ എടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 30 പേരും അച്ഛനും അമ്മയും വെളിയിൽ എന്തെങ്കിലുമൊക്കെ ജോലിക്കായിരിക്കും അല്ലേ. അപ്പൂപ്പനും അമ്മൂമ്മയും എനിക്ക് തോന്നുന്നു ഒരു കുറേ എണ്ണോ അപ്പൂപ്പനും അമ്മൂമ്മയായിരിക്കും നോക്കുന്നത് അല്ലേ. അപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയായിരിക്കും എന്താ സ്കൂൾ വണ്ടിയിൽ നിങ്ങളെ കൊണ്ടുവിടാൻ പോകുന്നതും വരുന്നത്. ഇപ്പം അമ്മയുണ്ടെങ്കിൽ തന്നെയും അപ്പൂപ്പനോ അമ്മൂമ്മയോ വീട്ടിലുണ്ടെങ്കിൽ അവരായിരിക്കും കൂടുതൽ ഈ അപ്പൂപ്പന്മാരാന്ന് തോന്നുന്നു അല്ലേ, വണ്ടിയെ കയറ്റി വിടാനും വിളിച്ചുകൊണ്ട് വരാനും ഒക്കെ പോകുന്നത് അല്ലേ. ഇവിടെ അതുപോലെ ആവും നിങ്ങൾ. ഇവിടെ നോക്കിക്കേ, അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഈ സ്കൂളിൽ പോയിരുന്നത് ഒരു 4-5 കിലോമീറ്റർ നടന്നിട്ടായിരുന്നു. അപ്പൂപ്പൻ പറയാം, ഞങ്ങളുടെ കാലത്തൊക്കെ സ്കൂളിൽ പോയതേ, ഇന്നത്തെ കുട്ടാണ്ട ബസ് വരുന്നത് തിരക്കൊന്നുമല്ല, ഞങ്ങൾ നടന്ന് ശരിയാ. അവരോട് ചോദിച്ചാൽ അവർ പറയുന്നതാ അല്ലേ, ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പോയിരുന്നത് ഒരു 4-5 കിലോമീറ്ററേലും അങ്ങനെ നടന്ന. അപ്പം കുട്ടി എന്താ പറഞ്ഞേ, അപ്പൂപ്പൻ പഠിച്ച സ്കൂളിൽ തന്നെയാണല്ലോ ഞാനും പഠിക്കുന്നത്, പക്ഷെ ഞങ്ങൾക്കിപ്പോൾ ഒട്ടും നടക്കേണ്ട, ഇവിടെ ഗേറ്റിനടുത്ത് നിന്നാൽ മതി, സ്കൂൾ ബസ് ഇങ്ങെത്തും കേട്ടോ. അപ്പം നടന്നാൽ പോയെങ്കിലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടോട്ട് നിന്നാൽ മതി, ഗേറ്റിൻ്റെ അവിടെ എന്ത് വരും, ബസ് വരും, ഞങ്ങൾക്ക് അതേ കയറി പോയാൽ മതി എന്ന് കേട്ടോ. അതാവും നിങ്ങളെ ഫസ്റ്റ് പാടത്തിൽ കൊടുക്കുന്നത്. അതിനകത്തിൽ എന്തോ കാണാതെ പഠിക്കാനല്ലേ, ഒന്നുമില്ലല്ലോ. അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടോ നിങ്ങളെ, കാണാതെ പഠിക്കാനില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് വായിച്ചു പോവാം. അതിൻ്റെ തൊട്ട് താഴെ ഈ കുട്ടിയും അപ്പൂപ്പനും തമ്മിലുള്ളൊരു സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങൾ എങ്ങനെയാവും നിങ്ങളെ സ്കൂളിൽ പോകുന്നത്, ഇവിടെ അപ്പൂപ്പനും മോളും കൂടെ തങ്ങളുള്ള സംഭാഷണം. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നതെന്ന് നമ്മളോട് ചോദിച്ചു വെച്ചിട്ടുണ്ടല്ലേ. നമ്മൾ ഇന്ന് ആരോട് ചോദിച്ചാലും എന്താ ബസ്സിലാണ് പോകുന്നത്, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ എന്താ വണ്ടിയെ സ്കൂളിൽ കൊണ്ടുവിടും. ആരെങ്കിലും ഇന്ന് നടന്നു പോകുന്നുണ്ടോ നിങ്ങൾ നോക്കിയേ സ്കൂളിൽ അല്ലേ, ഏതെങ്കിലും 1-2 കുട്ടികൾ മാത്രമേ ഉള്ളൂ നടന്നു വരുന്നത്. ബാക്കിയുള്ള എല്ലാവരും എന്താ ഒന്നുകിൽ ബസ്സിൽ വരും അല്ലേ, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ വണ്ടി അല്ലേ. ഇപ്പം മിക്ക വീടുകളും 2 വീലർ ഉണ്ട് അല്ലേ, അവരെന്ത് ചെയ്യും, അതിൽ 2 വീലറിലോ അല്ലെങ്കിൽ 4 വീലറിലോ അല്ലേ, കാറിലോ സ്കൂട്ടറിലോ ഒക്കെ എന്ത് ചെയ്യും, സ്കൂളിൽ കൊണ്ടുവിടും. ഇവിടെ അതാവുന്നില്ലേ, കുട്ടിയും അപ്പൂപ്പനും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ. നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്, നടന്നാണോ അതോ വാഹനത്തിലാണോ? നിങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയും അവരുടെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയിരുന്നത് എങ്ങനെയായിരുന്നു, നിങ്ങളൊന്ന് അന്വേഷിച്ചറിഞ്ഞേ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് കാണാതെ പഠിക്കാൻ വേണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങ് വായിച്ചു പോകുന്നത് കേട്ടോ. അതാണ് ആ ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഉള്ളിടത്ത് ഞാൻ എഴുതിയത് നിങ്ങളോട് പറയാം കേട്ടോ. അതെ, അവിടെ നോക്കി, ഓൾമോസ്റ്റ് ഓൾ ചിൽഡ്രൻസ് യൂസ്ഡ് ടു വോക്ക് സ്കൂൾ ഇൻ ദ പാസ്റ്റ്. അതായത് മുൻകാലത്ത് മിക്കവാറും എല്ലാ കുട്ടികളും സ്കൂളിൽ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ എന്താ സ്കൂളിൽ നടന്ന് തന്നെയാണ് പോയിക്കിരിക്കുന്നത് കേട്ടോ. മുൻകാലത്ത് മിക്കവാറും എല്ലാ കുട്ടികളും സ്കൂളിൽ നടന്നാണ് പോയിരുന്നത്. ഈ ശീലം അക്കാലത്തെ കുട്ടികൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടിരിക്കുക എന്നൊരു ചോദ്യമുണ്ട്. പണ്ട് കാലത്ത് ഈ നടന്നു പോയത് എന്താ, ഞങ്ങൾക്ക് രാവിലെ ഒരു എക്സസൈസ് തന്നെയായിരുന്നു ഇല്ലേ, രാവിലെ ആ സ്കൂളിൽ പോകുന്നതും അല്ലേ ഓടിയൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പം എന്താ നല്ലതുപോലെ ശരീരം കൈയും കാലും ഒക്കെ നല്ലതുപോലെ അനങ്ങി ഇല്ലയോ. ഇന്നത്തെ കുട്ടികൾ എന്താ അതിനെക്കുറിച്ച് നമ്മൾ ഇനി താപ്പോട്ട് പഠിക്കാൻ പോകുന്നത് അല്ലേ. ഒരെണ്ണത്തിനും അങ്ങോട്ടൊന്ന് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിലായിരിക്കും പോകുന്നത്. ഒരെണ്ണത്തിനും നടക്കാൻ വയ്യ ഇല്ലയോ. നടക്കുമ്പോൾ കാലുവേദനയാ ഇല്ലയോ, സത്യമല്ലേ. അപ്പോൾ ഈ പണ്ടത്തെ കാലത്ത് ഞങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുമ്പോൾ അച്ഛനോടോ അമ്മയോടോ അപ്പൂപ്പനോടോ അമ്മൂമ്മയോടോ ഒക്കെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ, ഞങ്ങളൊക്കെ നടന്ന് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. പോകുന്ന ആ ഒരു രസമുണ്ടല്ലോ നിങ്ങൾ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല. ഞങ്ങളൊക്കെ പോയ കാലത്തുണ്ടല്ലോ, ആ പോകുന്ന വഴി 10 പേരെ അറിഞ്ഞുകൊണ്ടായിരിക്കും പോകുന്നത് അല്ലേ, സംസാരിച്ച് അതെന്ന് വെച്ചാൽ 3-4 പേര് കൂടിയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. മിനിമം ഒരു 3-4 കാണും അല്ലേ, കാര്യം പറഞ്ഞു ഉറക്കെ ആ പോകുന്ന വഴിയിൽ ഇതിലേതെങ്കിലുമൊക്കെ കാണും
കാണും നല്ല എറിയാൻ വിദഗ്ധന്മാർ ഇല്ലയോ, ഏതെങ്കിലും ഒന്ന് രണ്ട് എറിയാ വിദഗ്ധന്മാർ കാണും. എന്തിനാണെന്നറിയോ, ആ പോകുന്ന വഴിയിൽ മാങ്ങ ഇങ്ങനെയൊക്കെയുള്ള നല്ല പറങ്ങാണ്ടിയുടെ ഒരു പറയുന്നത് പറങ്ങാണ്ടിയുടെ പഴം ഉണ്ടല്ലോ, ആ പറങ്ങാപ്പഴം, അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴി അന്ന് ഇതുപോലൊന്നും ഇത്രയും വീടുകളും ഒന്നും ഇല്ല കുഞ്ഞുങ്ങളെ. ആ പോകുന്ന വഴിയിൽ തന്നെ റോഡരിവിൽ തന്നെ എന്തും വേണ്ടി മാവുകളും പറങ്കാവുകളും ഒക്കെ ഉണ്ടെന്നറിയാമോ. അപ്പോൾ ഇതൊക്കെ പഴുത്തിങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് നമ്മൾ ഒരുപാട് ദൂരമല്ലേ ഈ സ്കൂള്, പോയിട്ടൊക്കെ വരുമ്പോൾ നമ്മളങ്ങ് കുഴപ്പവും. അപ്പോൾ എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും അല്ലേ. അതൊക്കെ ഒന്ന് ഓർക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഇപ്പോഴും ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടുമ്പോഴേ അതൊക്കെ പറഞ്ഞ് അതൊക്കെ പറഞ്ഞ് ഇപ്പോഴും ചിരിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ടോ. നിങ്ങളുടെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ആയിട്ട് ചോദിച്ചാൽ മതി. ഇന്നത്തെ കുട്ടികളൊക്കെ ആ ബസ്സിൽ മുറ്റത്തുനിന്ന് അല്ലേ വാതിക്കൽ നിന്ന് ബസ്സിൽ കയറുന്നു, അവിടെ ചെന്നിറങ്ങുന്നു അല്ലേ. അവിടെ വല്ല ഗ്രൗണ്ടിലെങ്ങാണം വല്ലതും കളിക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഫുട്ബോളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളിക്കുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു അല്ലേ. വീട്ടിൽ വന്നാലും അല്ലേ കളിക്കാനൊന്നും നമുക്ക് സമയം കാണത്തില്ല, ഹോംവർക്ക് ചെയ്യണം, പിന്നെ ട്യൂഷന് പോകണം, ഇതൊക്കെ പിന്നെ ആര് പോകില്ലയോ. അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്ത് രസമായിരുന്നു എന്നറിയാം അന്നത്തെയൊക്കെ കേട്ടോ. ഇവിടെ നമ്മൾ കമ്പയർഡ് ടു ദ പാസ്റ്റ് ഇവിടെ പറയുന്നത് യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ന് പല മേഖലകളിലും മുൻകാലത്തെ അപേക്ഷിച്ച് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അന്നൊന്നും ഫോണില്ല കുഞ്ഞുങ്ങളെ. എല്ലാവരുടെയും വീടുകളിൽ ഒരു 100 വീട് എടുക്കുവാണെങ്കിൽ ഏതെങ്കിലും വലിയ പണക്കാരൻ്റെ കേട്ടോ, അങ്ങനെ തന്നെ പറയണം, ഏതെങ്കിലും നല്ല റിച്ച് ഫാമിലിയുടെ വീട്ടിലൊരു ഫോൺ കാണും, ഒരു TV കാണും അല്ലേ അന്നത്തെ കാലത്തൊക്കെ അല്ലേ. ഒരു വീട്ടിൽ തന്നെ ഒരു 3-4 TV വെച്ചാൽ അല്ലേ, ഹാളിൽ അല്ലേ ഏറ്റവും വലിയ TV ഹാളിൽ വെക്കും അല്ലേ. ഓരോ പ്രായമുള്ളവർക്ക് TV കാണാൻ വേണ്ടി അടുത്തൊരു അങ്ങനെ ഇന്ന് വേറെ ലെവലായി അല്ലേ. പിന്നെ അതുപോലെ യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ന് പല മേഖല അതുപോലെ തന്നെ ഫോണൊന്നും ഇല്ല അല്ലേ. ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും മുഖത്തോട് നോക്കി എല്ലാവർക്കും സംസാരിക്കാൻ അവരുടെ മുഖമൊക്കെ ഓർമ്മയുണ്ടായിരുന്നില്ലേ. നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അല്ലേ, ബന്ധുക്കളുടെ ആണെങ്കിലും അയൽവക്കക്കാരുടെ ഒക്കെ ആണെങ്കിലേ മുഖം അന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഇന്നറിയും റീൽസിലൂടെ ഒക്കെ ഇതില്ല അപ്പുറത്തെ വീട്ടിലെ അല്ലേ ഇത് ഇപ്പുറത്തെ വീട്ടിലെ അല്ലേ. സത്യമല്ലേ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് എല്ലാവരെയും ഇപ്പുറത്തെയും വീട്ടുകാരെ തിരിച്ചറിയുന്നത് ഫോണിലൂടെ അല്ലേ. വല്ല വീഡിയോ കോൾ വിളിക്കുമ്പോഴെങ്ങാണ് അവരുടെ മുഖം കണ്ടെങ്കിലായി, അല്ലാതെ നോക്കാൻ ആർക്കും നേരമില്ല അല്ലേ. അതാണ് സത്യം. ഇവിടെ യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ന് പല മേഖലകളിലും മുൻകാലത്തെ അപേക്ഷിച്ച് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതശൈലിയെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടോ? ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗതിക്ക് അനുസരിച്ച് എല്ലാ മേഖലകളിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇവയിൽ ചിലത് താഴെ പറയുന്നുണ്ട് എന്നാ കുഞ്ഞുങ്ങളെ പറയുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് കാണാതെ പഠിക്കാൻ ഒന്നുമില്ല, അതുകൊണ്ടാണ് ഇതിനകത്തിലൊന്നുമില്ല കുഞ്ഞുങ്ങളെ. അപ്പം ഇതിനകത്തിൽ ഇതൊന്നും അറിയണം. ഇപ്പോഴത്തെ ഇലാബറേറ്റ് ദ ലിസ്റ്റ്, നമ്മൾ ഒന്ന് ലിസ്റ്റ് വിപുലീകരിച്ചൊന്ന് പറയാൻ ഇവിടെ ചോദിച്ചിരുന്നു. നോക്കി, ഇവിടെ ടെലഫോൺ, പണ്ട് കാലത്ത് ഈ ടെലഫോൺ ആയിരുന്നു അല്ലേ, വയറൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ നമ്പർ ഡയൽ ചെയ്ത് ട്രണി ഇങ്ങനെ ഇട്ടടിക്കുന്നത് അല്ലേ. പക്ഷെ ഇന്നത്തെ നോക്കിക്കേ, ഇന്നെന്താ സാംസങ്ങിൻ്റെ അല്ലേ വെടിക്കെട്ട് ഫോണുകൾ 1 ലക്ഷം 1.5 ലക്ഷം 2 ലക്ഷം ആപ്പിൾ ഓറഞ്ച് മുന്തിരിങ്ങയൊക്കെ ഇപ്പോൾ ആയി അല്ലേ. പണ്ട് നോക്കിയാൽ നിങ്ങൾ അരകല്ലിലാണ് അരച്ചുകൊണ്ടിരുന്നത്, അരകല്ല് അല്ലേ. ഇന്നോ മിക്സിയിലാണ്. ഇന്ന് അരകല്ല് ഉപയോഗിക്കുന്നത്, ആർക്കും നേരമില്ല അല്ലേ. അരകല്ലൊക്കെ എന്ത് ചെയ്തു, അങ്ങ് പുറകോട്ട് പോയിട്ട് ഇപ്പോൾ ആര് കയറി വന്നു, മിക്സി വന്നു. അപ്പോൾ ഇന്നത്തെ പണ്ടത്തെയും ഇന്നത്തെയും ഞങ്ങളൊരു വ്യത്യാസമാവും നിങ്ങൾ. ടെലിഫോൺ മാറി സ്മാർട്ട് ഫോണുകളായി അല്ലേ. ടെലിഫോൺ മാറി സ്മാർട്ട് ഫോണുകളായി. ഗ്രൈൻഡിങ് സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അരകല്ല് മാറിയിട്ട് മിക്സർ ഗ്രൈൻഡർ മിക്സിയായി. പിന്നെ അതുപോലെ തന്നെ ഡെസ്ക് ടോപ്പ്, പണ്ട് ഡെസ്ക് ടോപ്പ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ലാപ്ടോപ്പ് അല്ലേ. ഡെസ്ക് ടോപ്പ് ലാപ്ടോപ്പായി. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളിവിടെ ലാപ്ടോപ്പിൻ്റെ ടാബ് അല്ലേ, ടാബ്ലറ്റിലോട്ട് മാറി. പിന്നെ എന്തൊക്കെയാണ് അതൊക്കെ അത് മുതലാണ് ഇനി നമ്മൾ എഴുതിയേക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം അതാ, വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ അവർ ഡെയിലി ലൈഫ് ഡ്യൂ ടു ദ പ്രോഗ്രസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. നിങ്ങളെ ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഏതെല്ലാമാണ്? അത് കാണാതെ പഠിക്കാൻ വേണ്ടി അതിനകത്തൊന്നുമില്ല. സയൻസ് ആൻഡ് ടെക്നോളജി ഹാവ് ബ്രോട്ട് മെനി ചേഞ്ചസ് ഇൻ അവർ ഡെയിലി ലൈഫ് അല്ലേ. ദ മെയിൻ ചേഞ്ചസ് ആർ ഏതൊക്കെയാണ് നിങ്ങളെ? ടെലിഫോണ് സ്മാർട്ട് ഫോണിലോട്ട് മാറി, ഗ്രൈൻഡിങ് സ്റ്റോൺസ് മിക്സർ ഗ്രൈൻഡറിലോട്ട് മാറി, ഡെസ്ക് ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പുകളൊക്കെ ലാപ്ടോപ്പ് ടാബ്ലറ്റിലോട്ട് പോയി അല്ലേ. ടാബ്ലറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഗുളികയല്ല കേട്ടോ, ടാബ് അറിയാമല്ലോ. അടുത്ത പെട്രോൾ വെഹിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്കും ഒക്കെ ആയിട്ട് മാറി. യൂസേജ് ഓഫ് ഡ്രഗ്സ് കോസസ് ഹെൽത്ത് ഇഷ്യൂഡ് ആൻഡ് ബാഡ് ഹെൽത്ത്. നമ്മുടെ ശരീരത്തിൽ മോശമായ ആരോഗ്യനിലയൊക്കെ പണ്ട് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെയൊക്കെ മരുന്നൊന്നും അന്നത്തെ കാലത്ത് കിട്ടത്തില്ല അല്ലേ. എന്തെങ്കിലും ഒരു രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ, പക്ഷേ ഇന്നോ സ്പോട്ടിൽ എന്ത് രോഗങ്ങളെക്കുറിച്ച് യൂട്യൂബിൽ ഉടനെ അടിച്ചു നോക്കിയിട്ട് നമ്മൾ പറയും അല്ലേ, ഇന്നതിന് ഇന്നതാ. ഒരു നടുവേന വന്നു കഴിഞ്ഞാൽ നടുവേനയ്ക്ക്
എന്തെല്ലാം നടുവേദന എടുക്കാതിരിക്കാൻ എന്തെല്ലാം സൊല്യൂഷൻ ഉണ്ട്, എന്തിനെ കുറിച്ചും ഇപ്പം എന്താ നമ്മളില്ലേ ഗൂഗിളിൽ അടിച്ച് നോക്കിയിട്ടാ ഇതിനിതാ ഉപ്പൂറ്റി വേദന അല്ലേ. ഇപ്പം എനിക്ക് ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദന കുഞ്ഞുങ്ങളെ, എന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺ നമ്മൾ ഉടനെ അടിച്ചു പോകും. അപ്പോഴത്തേക്ക് ഒരു 500 കാര്യങ്ങളല്ലേ, അത് കേട്ടാൽ തന്നെ നമുക്ക് വട്ടുപിടിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, പണ്ട് കാലത്തെ ഇപ്പോഴത്തെ തമ്മിലുള്ള വ്യത്യാസം എന്താണ് മനസ്സിലായോ? അതായത് ടെലിഫോൺ മാറി സ്മാർട്ട് ഫോണായി, അരകല്ല് മാറി മിക്സിയായി, ഡെസ്ക്ടോപ്പുമായി ടാപ്ടോപ്പും ടാബ്ലറ്റിലോട്ട് മാറി, പെട്രോൾ വാഹനത്തിൽ ഇലക്ട്രിക് വാഹനവും ഇലക്ട്രോണിക് വാഹനവും ഒക്കെ ആയി, മോശമായിരുന്ന ആരോഗ്യനിലയൊക്കെ ഇപ്പം എന്താണ് ഉയർന്ന ആധുനിക വൈദ്യശാസ്ത്രമായി അല്ലേ. ഉയർന്ന ആധുനിക, നിങ്ങൾ ഏതെങ്കിലും 2-3 ഒക്കെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. കാണാതെ പഠിക്കാൻ ഇതിൻ്റെ അതിലൊന്നും ഒന്നുമില്ലെന്ന് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ ആണോ? കാണാതെ പഠിക്കേണ്ടടം വരുമ്പോൾ ഞാൻ പറയും കേട്ടോ, അന്നേരം പഠിച്ചോണേ. അടുത്ത നമ്മൾ ഫുഡ് ഹാബിറ്റിനെ കുറിച്ചാവും. ഞങ്ങളെ നോക്കിക്കേ, ഫുഡ് ഹാബിറ്റ് എല്ലാവരും കൂടി ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഫുഡ് ഹാബിറ്റ് അല്ലേ. ഫുഡ് ഹാബിറ്റിനെ കുറിച്ച് ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഫുഡ് ഫോർ ഹെൽത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് പോഷകഘടകങ്ങളെക്കുറിച്ചും സമീകൃത ആഹാരങ്ങളെക്കുറിച്ചും ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1ാമത്തെ ചാപ്റ്ററൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങളെ? എവിടെ ഇപ്പോഴത്തെ പോലും അറിയത്തില്ല അല്ലേ, ഇതല്ലേ പറയാൻ വരുന്നത്. അപ്പം നമ്മൾ ആഹാരം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു. അപ്പം ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമ്പോൾ നമ്മുടെ ആഹാരശീലങ്ങളിലും മാറ്റമുണ്ടാകും അല്ലേ. ജീവിതത്തിൽ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പം ആഹാരത്തിൽ മാറ്റങ്ങൾ വരും അല്ലേ. നമ്മളൊന്നും ഇല്ലാതിരുന്നപ്പോൾ പഴങ്കഞ്ഞി അല്ലെങ്കിൽ പുട്ട് അല്ലെങ്കിൽ ദോശ ഇതൊക്കെ നമ്മൾ സാധാരണക്കാർ കഴിക്കുമോ? നല്ല കാശൊക്കെ ആയി കഴിയുമ്പം പുട്ടോ എന്നൊക്കെ പറയുമ്പോൾ പുട്ടോ ഇല്ലയോ ദോശയോ ഇതൊക്കെ ഉള്ളോ ഇവിടെ എന്നൊരു ചോദ്യം വരും ഇല്ലയോ. അതായത് ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ നമ്മുടെ ആഹാരശീലങ്ങളും മാറ്റങ്ങളും ഉണ്ടാകും. ആഹാരശീലങ്ങളിലുണ്ടായ ഇത്തരം മാറ്റങ്ങൾ ചിത്രത്തിൽ കുറേ നൽകിയിട്ടുണ്ട്. ഈ ചിത്രം ഒന്ന് നിരീക്ഷിച്ചിട്ട് അവയുടെ മാറ്റങ്ങളൊക്കെ ഒന്ന് നോക്കാനാണ്. അതെ, നമ്മൾ താഴെ ഇരുന്ന് ഇലയിൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന 2 പേരുടെ പേരാണ് ഞാൻ ഈ പറയുന്നതൊക്കെ ഇതിനകത്തുള്ള കാര്യങ്ങൾ കേട്ടോ. ഇലയിട്ട് തറയിലിരുന്ന് മീൻസ് തറയിൽ പായോ എന്തെങ്കിലുമൊക്കെ ഇട്ടിരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അല്ലേ. ഇല്ലയോ, ഇങ്ങനെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ താഴെ ഇരിക്കാൻ വയ്യ, താഴെ ഇരുന്നിട്ട് ഞാൻ എഴുന്നേക്കാൻ പറ്റുന്നില്ല അല്ലേ ഇല്ലയോ. അപ്പം നീ നോക്കിയേ, അങ്ങനെ കഴിച്ചതാ. ഇപ്പം നോക്കിയേ ഫുഡ് ദാൻ അല്ലേ, പഴയതും ഫുഡ് നൗ ഇപ്പോഴത്തെ നോക്കിയേ ഇപ്പം ഇതിനകത്തിൽ ഓരോന്നിനെയും ഫോണിലെടുക്കുക, ഓരോ അല്ലേ ഞാൻ പറയുന്നില്ല, ഓരോന്നിനെയും വിളിച്ചിട്ട് എന്ത് ചെയ്യുക, ഫുഡ് നമുക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യുക, വരിക, കഴിക്കുക. അതാണ്ടില്ലയോ എന്തൊക്കെയാ അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഇത്തരം മാറ്റങ്ങൾ ആരോഗ്യകരമാവുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഉണ്ടോ? വൈവിധ്യമാർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തി എല്ലാ പോഷകഘടകങ്ങളും ലഭിക്കത്തക്ക വിധം ഭക്ഷണം ക്രമീകരിക്കപ്പെടേണ്ടതില്ലേ? നിങ്ങളുടെ വീട്ടിലെ പ്രായമായവരോട് അവരുടെ കുട്ടിക്കാലത്ത് എന്തെല്ലാമായിരുന്നു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നതെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണേ. നമ്മുടെ വീട്ടിലെ അപ്പൂപ്പനും അമ്മൂമ്മയില്ലേ, അവരൊക്കെ പ്രായമായവരില്ലേ. പ്രായമായതുകൊണ്ടാണല്ലോ അവരെ അപ്പൂപ്പനും അമ്മൂമ്മയെന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെ കുട്ടിക്കാലത്തൊക്കെ എന്തൊക്കെ കഴിച്ചാണ് അവർ സ്കൂളിൽ പോയത്? അവരോട് ചോദിക്കാമെങ്കിൽ അവർ പറയും, ഞങ്ങൾ രാവിലെ ചീനി പുഴുങ്ങി, ചേമ്പ് പുഴുങ്ങി, അല്ലെങ്കിൽ കാച്ചിൽ പുഴുങ്ങി അല്ലേ. ഇങ്ങനെയൊക്കെ പുഴുക്കിൻ്റെയൊക്കെ കാര്യങ്ങളായിരിക്കും അവർ കൂടുതലായിട്ടും പറയുന്നത് അല്ലേ. പണ്ട് വീട്ടിലുണ്ടായിരുന്ന കാര്യങ്ങളാവും ഞങ്ങളെ അവരുടെ വീട്ടിൽ. അല്ലെങ്കിൽ നല്ല നെല്ല് കുത്തിയ കഞ്ഞി കുടിക്കും, ഇതൊക്കെ ആയിരിക്കും അവർ പറയാൻ വരുന്നത് അല്ലേ. നെല്ല് കുത്തിയ കഞ്ഞിയും പയറും അല്ലെങ്കിൽ നല്ല ഉടച്ച അസ്ത്രവും അല്ലേ. പിന്നെന്താ എരിശ്ശേരി, പിന്നെ ഈ പുഴുക്ക് ഐറ്റംസുകൾ എല്ലാം കൂടി ഇട്ടൊരു പുഴുക്ക്, ഇതൊക്കെ ആയിരിക്കും പണ്ട് കാലത്തെ. അവർക്ക് ഇപ്പോഴും അതിൻ്റെതായ ആരോഗ്യം കാണും അല്ലേ. അപ്പോൾ അത് നിങ്ങളുടെ വീട്ടിലെ പ്രായമായവരോടൊന്ന് ചോദിച്ചു നോക്കാനാണ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും ഇല്ല കുഞ്ഞുങ്ങളെ. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് ബോറടിക്കുന്നുണ്ടോ എൻ്റെ ഈ സംസാരം? കാരണമേ പണ്ടത്തേത് ഇപ്പോഴത്തേതുള്ളൊരു വ്യത്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ അപ്പൂപ്പനോടോ അമ്മൂമ്മയോടോ ഒക്കെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, അത്തരം ആഹാരമാണോ ഇന്ന് നിങ്ങൾ കഴിക്കുന്നത്? മുകളിലെ ചിത്രത്തിൽ ആഹാരങ്ങളിൽ ഇതിലേതാണ് പോഷകം ഉള്ളതെന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാനാണ്. ഇലയിട്ട് നോക്കിയ ചോറും കൂട്ടാനും എല്ലാം കഴിക്കുന്നു. ഇത് നോക്കിയേ, ഇങ്ങനെ ഇതിൽ രണ്ടിൽ വ്യത്യാസം ഏതാണെന്നാണ് നമ്മളോടൊന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? നോക്കി നിങ്ങളെ അടുത്ത പേജിൽ, വൈ ഡിഡ് നോട്ട് യു ഈറ്റ് ദ തോരൻ and other curries packed for your lunch along with rice? ആണ്ടെ അമ്മയും മോളും കൂടെ. Mom did not. I tell you that I want only bread and jam for lunch. എങ്ങനെ ഇരിക്കുന്നു? മോൾക്ക് ഉച്ചയ്ക്ക് ചോറിനൊപ്പം കഴിക്കാൻ എടുത്തു വച്ച തോരനും മറ്റ് കറികളുമെല്ലാം ഇതിൽ തന്നെ ഉണ്ടല്ലോ, എന്താ നീ ഒന്നും കഴിക്കാഞ്ഞത്? അമ്മ മോളോട് ചോദിക്കുന്ന, എന്തായിരുന്നു കൊണ്ടുപോയി ചോറും കൂട്ടാനൊന്നും കഴിക്കാഞ്ഞത്? നീ എന്തിനാ തിരിച്ചിങ്ങ് കൊണ്ടുവന്നത് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു, എന്താണെന്നറിയോ,
എനിക്ക് ഉച്ചഭക്ഷണമായിട്ട് ബ്രെഡും ജാമും മാത്രം മതിയെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ, ബ്രെഡും ജാമും മതിയെന്ന്. പിന്നെ എന്തിനാ എനിക്ക് ചോറും കൂട്ടാനും ഒക്കെ തന്നു വിട്ടത് അല്ലേ? ആ അമ്മ രാവിലെ വെളുപ്പിനെ എണീച്ചില്ലേ, ഇപ്പോഴത്തെ അരിയൊക്കെ ആണെങ്കിൽ ഒരു 5 മണിക്ക് ഇട്ടെങ്കിൽ 7:30 8 മണി 9 മണി ആകുമ്പോഴത്തേക്ക് അത് വേവത്തുള്ളൂ അല്ലേ? അതിങ്ങനെ അല്ലേ? അപ്പം ഇത് കഷ്ടപ്പെട്ട് അവരുണ്ടാക്കി ചോറും തോരനും കൂട്ടാനും എല്ലാം കൊടുത്ത് വിട്ടപ്പം എനിക്ക് ബ്രെഡും ജാമും മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരുന്നു അല്ലേ? അതിൻ്റെ തൊട്ട് താഴെ അതിനെക്കുറിച്ചുണ്ടോ നിങ്ങളെ ഈ സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കുട്ടി പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന മുട്ടയും പാലും പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ അച്ഛനും അമ്മയും മറ്റും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി തരുന്നത് എന്തിനാണ്? അച്ഛനും അമ്മയും ഇതൊക്കെ വെച്ച് തരുന്നത് എന്തിനാണ്? ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന പാഠത്തിൽ നിങ്ങൾ പഠിച്ച ഭക്ഷണ പദാർത്ഥങ്ങളിലെ പോഷക ഘടകങ്ങളെ അടിസ്ഥാനമാക്കി മുകളിലെ സന്ദർഭം ഒന്ന് ചർച്ച ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അതിൻ്റെ തൊട്ട് താഴെ മുത്തശ്ശി ഗ്രാൻഡ്മായുടെ ഫുഡിനെ കുറിച്ചും പറയുന്നുണ്ട്. കണ്ടായിരുന്നോ? ഗ്രാൻഡ്മാസ് ഫുഡ് ഹാബിറ്റ് കണ്ടോ നിങ്ങളെ? അപ്പോൾ ഇനി അതൊരു ബോക്സിനകത്തിൽ കേട്ടോ, അത് നമുക്ക് അതിനകത്തിൽ ഇച്ചിരി ക്വസ്റ്റ്യൻ ആൻസറായിട്ട് നമുക്കൊന്ന് പഠിക്കാം. നോക്കട്ടെ, നോക്കിയോ നിങ്ങളെ? മുത്തശ്ശിയുടെ ആഹാരശീലങ്ങളെ കുറിച്ചാണ്. കണ്ടോ? നമുക്കൊന്ന് എളുപ്പം പറയാം. പണ്ടൊക്കെ എന്തായിരുന്നു രസം! അച്ഛനും അമ്മയും അമ്മൂമ്മയും ഏട്ടത്തിയും ഒക്കെ കൂടി ആകെ മേളമായിരുന്നു അടുക്കള എന്ന് പറയുന്നത് അല്ലേ? രാവിലെ കപ്പപ്പുഴുക്കോ, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആണെങ്കിൽ കപ്പപ്പുഴുക്കോ ചക്കപ്പുഴുക്കോ ആയിരുന്നു അവരുടെ പ്രധാന ഭക്ഷണം. അവ ഇല്ലാതിരുന്ന കാലത്ത് വല്ല പഴങ്ങിഞ്ഞിയായിരുന്നു ഞങ്ങൾക്കേറെ ഇഷ്ടം. കാന്താരിമുളകും ചേമ്പ് കറിയും കൂട്ടി പഴങ്കഞ്ഞി കുടിക്കാൻ എന്തായിരുന്നു രുചി കേട്ടോ. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഗ്രാൻഡ് മാസിൻ്റെ ഫുഡ് ഹാബിറ്റിനെ കുറിച്ചാണ് നിങ്ങളെ. പണ്ടൊക്കെ എന്ത് രസമായിരുന്നു അറിയോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുക്കള എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കയറിയാണ് അവിടെ പരിപാലിച്ചിരുന്നത്. അച്ഛനും അമ്മയും, അച്ഛനില്ല, അച്ഛൻ കഴിക്കാൻ സമയത്ത് കേട്ടോ, അച്ഛനും അമ്മയും അമ്മൂമ്മയും ഏട്ടത്തിയും ഒക്കെ കൂടി എന്ത് മേളമായിരുന്നു അല്ലേ? എന്ത് രസമായിരുന്നു ഈ അടുക്കള എന്ന് പറയുന്നത്. രാവിലെ എന്തെങ്കിലും ഒരു കപ്പപ്പുഴുക്കോ ചക്കപ്പുഴുക്കോ, ഈ ചക്ക വേവിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഓരോ സ്ഥലത്ത് അതിന് ഓരോ പേരാ, ഓക്കെ എന്ത് പോയിക്കോട്ടെ, ആയിരുന്നു അവരുടെ പ്രധാന ഭക്ഷണം. ഈ അവ ഇല്ലാതിരുന്ന കാലം ഉണ്ടല്ലോ, ഇതൊന്നും ഇല്ലാതിരിക്കുവാണെങ്കിൽ അവർക്ക് പഴങ്ങിഞ്ഞിയായിരുന്നു ഞങ്ങൾക്ക് ഏറെ ഇഷ്ടം. അതങ്ങോട്ട് കാന്താരിമുളകും ചേമ്പ് കറിയും ഒക്കെ കൂട്ടിയുണ്ടല്ലോ, ഈ പഴങ്ങിഞ്ഞി കുടിക്കാൻ എന്തായിരുന്നു രുചിയെന്ന് കേട്ടോ. പിന്നെ ഉച്ചയൂണാണ് കേമം. ഇനി രാവിലെ ഇങ്ങനെയൊക്കെ കഴിച്ചെങ്കിലും ഉച്ചയൂണ് കേമം. എന്താണെന്നറിയോ? പുഞ്ചകൃഷിയുടെ അരിയിൽ നിന്നുള്ള കുത്തരിച്ചോറിനൊപ്പം തൊടിയിൽ നിന്നും പറിച്ചെടുത്ത പയറ്, ചീര, വാഴപ്പിണ്ടി, കൂമ്പ്, കായ, ഇടിച്ചക്ക ഇതൊക്കെയായിരുന്നു കൂട്ടാനും. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഇതിനകത്തിൽ നിങ്ങൾ ചീരയും പയറും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ടത്തേക്ക് ഉച്ചയൂണിന് എന്തൊക്കെയായിരുന്നു നിങ്ങളെ? പുഞ്ചകൃഷിയുടെ, അത് റഫായിട്ടൊന്ന് അറിഞ്ഞു വെച്ചേക്കണേ, പുഞ്ചകൃഷിയുടെ അരിയിൽ നിന്നുള്ള കുത്തരിച്ചോറിനൊപ്പം നമ്മുടെ തൊടിയിൽ നിന്നും പറിച്ചെടുത്ത ചീര, വാഴപ്പിണ്ടി. ഇപ്പം വാഴപ്പിണ്ടി എന്നൊക്കെ കേൾക്കുമ്പോൾ അല്ലേ, വാഴപ്പിണ്ടി, കൂമ്പ്, കായ, ഇടിച്ചക്ക എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഈ വലിയ ചക്ക ചെറിയ പരുവത്തിലുണ്ടല്ലോ, കുഞ്ഞാൻ പരുവത്തിൽ എടുത്ത് തോരൻ വെക്കും, നല്ല ടേസ്റ്റ് കേട്ടോ. ഇതൊക്കെയായിരുന്നു കൂട്ടാൻ. പോരാത്തിന് വടക്ക് വശത്തെ കിളിച്ചുണ്ടൻ മാവിൽ നിന്നും പറിച്ചെടുത്ത മാങ്ങ ഇട്ട് വെച്ച നല്ല മീൻകറി. വൈകുന്നേരമോ തൊടിയിലെ വാഴയിലെ ചീന്തില് പരത്തി അവിയൽ പുഴുങ്ങിയ അടയോ, ആവിയിൽ പുഴുങ്ങിയല്ലേ, ആവിയിൽ പുഴുങ്ങിയ അടയോ അല്ലെങ്കിൽ കൊഴക്കട്ടയോ. ഒഴിവുകാലം വരുമ്പോൾ പഴങ്ങളുടെ ഉത്സവമായിരുന്നു. മാമ്പഴവും ചക്കപ്പഴം, വാഴപ്പഴം, പപ്പായ, പേരയ്ക്ക, പറങ്കിമാങ്ങ ഇവയൊക്കെയായിരുന്നു ഇടനേരങ്ങളിലെ ഭക്ഷണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കൊരു റെസ്റ്റും കൊടുത്തിരുന്നില്ല പണ്ട് കാലത്തല്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണും കുഞ്ഞുങ്ങൾ, എന്തെങ്കിലുമൊക്കെ അല്ലേ. വൈകുന്നേരം എന്തൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു നോക്കിയേ. വൈകിട്ട് പ്രത്യേകിച്ച് ഈ വെക്കേഷനൊക്കെ വരുമല്ലോ കുഞ്ഞില്ലേ, മാർച്ചൊക്കെ ആകുമ്പോൾ വെക്കേഷനൊക്കെ വരുമ്പോൾ റിലേറ്റീവ്സും അവരും ഇവരുമൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ അവൻ്റെയൊക്കെ പിള്ളേരുകളൊക്കെ കാണും അല്ലേ. അവരൊക്കെ മാമ്പഴം, ചക്കപ്പഴം, വാഴപ്പഴം, പിന്നെ ആഞ്ഞിലിക്കയുണ്ട് കേട്ടോ. അത് ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ കുഞ്ഞില്ലേ, ആഞ്ഞിലിക്ക അല്ലേ. ഈ ടീമിനകത്തിൽ ഏതെങ്കിലും ഒരെണ്ണം കാണും വലിഞ്ഞു പിടിച്ച് ഏത് മരത്തിൻ്റെ മണ്ടേ കയറാൻ പറ്റിയത്. അതൊക്കെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയൊക്കെയുള്ള ഈ പറഞ്ഞ ആഞ്ഞിലിച്ചക്കയും കേട്ടോ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പറിക്കാൻ ഇങ്ങനെയുള്ള കേട്ടോ. അപ്പം ഒഴിവുകാലം വരുമ്പോൾ പഴങ്ങളുടെ ഉത്സവമായിരുന്നു. മാമ്പഴം, ചക്കപ്പഴം, വാഴപ്പഴം, പപ്പായ, പേരയ്ക്ക, പറങ്കിമാങ്ങ ഇവയൊക്കെയായിരുന്നു ഇടനേരങ്ങളിലെ ഭക്ഷണം. അവയ്ക്കൊക്കെ എന്തായിരുന്നു സ്വാദ്! ഇപ്പോഴാണെങ്കിലോ ഇതൊന്നും കാണാൻ കൂടി ഇതൊന്നും കിട്ടുന്നില്ല അല്ലേ? സത്യമാ, ഇതൊന്നും കാണാൻ കൂടി ഇപ്പം കിട്ടുന്നില്ല. കടയിൽ നിന്ന് വാങ്ങുന്ന പലഹാരമല്ലേ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം
അല്ലേ എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് ആ മഞ്ഞ ബോക്സിലെ ഞാനൊന്ന് വായിച്ചു തന്നതാ. അതിൻ്റെ തൊട്ട് താഴെ മുത്തശ്ശി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അക്കാലത്തെ കൂട്ടുകുടുംബത്തെ പറ്റിയും അവരുടെ ഭക്ഷണശീലത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? മുത്തശ്ശിയുടെ ചെറുപ്പകാലത്തെ ആഹാരമാണോ നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നത്? എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങളുടെ ഓരോ നേരത്തെയും ആഹാരത്തിൽ വന്നിട്ടുള്ളത്? ചർച്ച ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കൂ. ആഹാരശീലങ്ങളിൽ വന്ന ഇത്തരം മാറ്റങ്ങളെല്ലാം ആരോഗ്യത്തിന് ഗുണകരമാണോ എന്നുകൂടി ഒന്ന് പരിശോധിക്കണമെന്നാണ് കേട്ടോ. അതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ വല്ലതും ഉണ്ടോ? നിങ്ങൾ അതിനകത്തിലൊന്നും അറിഞ്ഞിരിക്കാനുള്ളതാണ് കേട്ടോ. ഇനി ഈ ഒരു ബോക്സ് ഉണ്ട്. അതായത് ജീവിത സാഹചര്യം മെച്ചപ്പെട്ടപ്പോൾ ആഹാരശീലങ്ങളിൽ മാറ്റമുണ്ടായി. മുമ്പ് നമ്മൾ പറഞ്ഞില്ലയോ, ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം മാറുമ്പോൾ അവരുടെ ഫുഡിലും ആ മാറ്റം വരും ഇല്ലയോ, ആഹാരത്തിൽ. ഇത്തരം മാറ്റങ്ങൾ ആരോഗ്യകരമായ ജീവിതത്തിന് പര്യാപ്തമല്ല. വൈവിധ്യമാർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തി എല്ലാ പോഷകഘടകങ്ങളും ലഭിക്കത്തക്ക വിധം ഭക്ഷണം നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മുടെ കൈ പൈസ ഉണ്ട് എന്ന് കരുതി കണ്ട ഇതൊക്കെ മേടിച്ച് തിന്നു കഴിഞ്ഞാലേ ശരീരം നമ്മുടെയാണ് അല്ലേ. അതിനകത്തിൽ എന്തെല്ലാം രോഗങ്ങളും ഒക്കെ ഉണ്ടെന്ന്. അതിൻ്റെ തൊട്ട് താഴെ കണ്ടോ നിങ്ങളെ ഒരു എലോങ് വിത്ത് ദ എൽഡർലി എന്നാണ് കേട്ടോ. എൽഡർലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വയോജനങ്ങൾക്കൊപ്പം എന്നാണ് കേട്ടോ. വയോജനങ്ങൾക്ക് ഒപ്പം, പ്രായമായവരെ. അപ്പോൾ അതും അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ആൻസർ വരുമ്പോൾ എല്ലാം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതൊന്ന് വായിച്ചിട്ട് പറയുമ്പോഴേ നിങ്ങൾക്ക് എന്തുവാന്ന് മനസ്സിലാവും, അല്ലാതെ അത് എന്തുവാന്ന് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് അപ്പൂപ്പനോടും അമ്മൂമ്മയോടും കഥ പറഞ്ഞിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നോക്കിയേ ഇവിടെ കാര്യങ്ങൾ കേട്ടോ. നോക്കൂ നിങ്ങൾ, ഇവിടെ നമ്മുടെ അപ്പൂപ്പനോടും അമ്മൂമ്മയോടും ഒക്കെ കഥ പറഞ്ഞിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അവരുടെ ആഹാരശീലങ്ങൾ, വീട്ടുപകരണങ്ങൾ, വസ്ത്രധാരണം, കൃഷി, തൊഴിൽ, സ്കൂൾ ജീവിതം എന്നിങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തി അവർക്ക് പറയാനുണ്ടാവും. നിങ്ങളുടെ ജീവിതവും അവരുടെ ജീവിതവും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കേ. നമുക്കിപ്പോൾ അലമാരി തുറക്കാൻ വയ്യല്ലേ? അലമാരി തുറക്കുമ്പോഴത്തേക്ക് ആദ്യ കാലേ വീഴുന്നത് നമ്മുടെ തുണിയായിരിക്കും അല്ലേ. ആകെപ്പാടയിലെ കോമഡി സ്റ്റാറിൽ പറയുന്ന പോലെ ആകെ കാലേ വീഴുന്നത് നമ്മുടെ അലമാരി തുറക്കുമ്പോൾ തുണി മാത്രമേ ഉള്ളൂ ഇല്ല, അങ്ങനെ ഒരു പറച്ചിലില്ലേ. അപ്പം ഞാനീ പറഞ്ഞതേ, നമ്മുടെ അലമാരിയൊക്കെ നമ്മളിടുന്ന തുണിയൊക്കെ നല്ലതുപോലെ മടക്കി നമ്മുടെ ബുക്കും പുസ്തകങ്ങളും എല്ലാം എപ്പോഴും എല്ലാ വീട്ടിലും ഷെൽഫുണ്ട്. പോട്ടെ അലമാരിയിലും കാണും, അടുക്കി പറക്കി വെക്കണം കേട്ടോ. തുണികളെല്ലാം അവനവനിടുന്ന തുണികൾ അവനവൻ തന്നെ കഴുകിയിടണം. അവനവൻ കഴിക്കുന്ന പാത്രങ്ങൾ അവനവൻ തന്നെ കഴുകി വെക്കണം കേട്ടോ. അങ്ങനെയൊക്കെ കുറേ റൂൾസുകൾ സ്കൂളിൽ ടീച്ചർമാരൊക്കെ പറഞ്ഞു തരത്തില്ലേ കുഞ്ഞുങ്ങളെ? അവനവൻ്റെ കാര്യം ചെയ്യണം കേട്ടോ. നമ്മൾ മറ്റുള്ളവരെ കഴിവതും ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കഴിക്കുന്ന പാത്രം നമ്മൾ തന്നെ കഴുകണം, അത് മറ്റുള്ളവരെ കൊണ്ട് കഴുകിക്കരുത് കേട്ടോ. ഈ പുസ്തകത്തിൽ ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഇത് പഠിച്ചോണം കേട്ടോ. എന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ മറ്റുള്ളവരെയും കൊണ്ട് കഴുകിപ്പിക്കരുത്, അത് നമ്മൾ തന്നെ കഴുകി വെക്കണം. അതിപ്പോൾ അച്ഛനായാലും അമ്മയായാലും അമ്മൂമ്മയായാലും ചേച്ചിയായാലും ചേട്ടത്തിയായാലും അവരെയും കൊണ്ട് കഴുകിക്കരുത്, നിങ്ങൾ തന്നെ കഴുകണം. അതുപോലെ തന്നെ കഴിവതും നിങ്ങളുടെ തുണി കേട്ടോ നല്ലതുപോലെ നിങ്ങൾ തന്നെ സോപ്പിട്ട് ഈ വാഷിംഗ് മെഷീനിലിട്ട് യൂണിഫോം ഒന്നും കഴുകിയാൽ അഴുക്ക് പോകത്തില്ല. കല്ലിൽ തന്നെ കൊണ്ടിട്ട് നല്ലതുപോലെ കഴുകി ഉണക്കുക, നല്ലതുപോലെ ഉണക്കണം കേട്ടോ. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. വീറും വൃത്തിയും വേണം എന്നുള്ളത് കേട്ടോ. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. നമ്മൾ പഠിത്തത്തിൽ ഇച്ചിരി പുറകോട്ടാണെങ്കിലും കേട്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്നും സ്കൂളിൽ കുളിച്ച് വൃത്തിയായിട്ട് വേണം പോകാൻ. എല്ലാവരും പഠിക്കാൻ എല്ലാവരും അങ്ങ് 100-ൽ 100 മേടിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കണമെങ്കിൽ എന്നും രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് വേണം സ്കൂളിൽ പോകാൻ. സ്കൂളെന്ന് പറയുന്ന ഒരു ദേവാലയം തന്നെയാണ് കേട്ടോ. അവിടെ കുളിച്ച് വൃത്തിയായിട്ട് വേണം പോകാൻ കേട്ടോ. അതുപോലെ തന്നെ ടീച്ചർമാരെ ബഹുമാനിക്കണം. അവരെന്ത് പറയുന്നതും അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അവരെന്ത് പറഞ്ഞാലും നമുക്കിഷ്ടമല്ലാത്തതൊക്കെ കാണും അവർ പറയുന്നതിൽ, അത് മിണ്ടാതെ നിന്ന് കേൾക്കുക, അനുസരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് പഠിച്ച് വെച്ചേക്കണേ. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ കഴിക്കുന്ന പാത്രങ്ങൾ നമ്മൾ തന്നെ കഴുകണം കേട്ടോ. അപ്പോൾ ഇവിടെ എന്തിനാണ് നിങ്ങൾ ഇത് പറഞ്ഞത്? നമ്മൾ അപ്പൂപ്പനോടും അമ്മൂമ്മയോടും കഥ പറഞ്ഞിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അവരുടെ ആഹാരവും ഇപ്പോൾ നമ്മളുടെ ആഹാരവും ഒക്കെ തങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വയോജനങ്ങൾ നമ്മുടെ സമ്പത്താണ്. ഈ പ്രായമായവരെ അവർ എൽഡേഴ്സ് അവർ വെൽത്താണ് എന്ന് വെച്ചാൽ അവർ നമ്മുടെ സമ്പത്താണ്. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കണം. അവരുമായിട്ട് സ്നേഹം പങ്കിടാനും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും ആവശ്യങ്ങൾ നിറവേറ്റാനും നമ്മൾ ശ്രദ്ധിക്കണം. മുതിർന്നവരുടെ അറിവും കഴിവും അനുഭവങ്ങളും നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. എല്ലാ വർഷവും ഒക്ടോബർ 1 വയോജന ദിനമായിട്ട് ലോകമെമ്പാടും ആചരിക്കുന്നുണ്ട് കേട്ടോ. ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺ എന്ന് ഏത് ദിവസമാണെന്ന് നോക്കൂ കുഞ്ഞുങ്ങളെ? ഒക്ടോബർ 1. ചിലപ്പോൾ അത് ഒരു മാർക്കിന് ചോദിക്കാം കേട്ടോ. ഞാൻ ഈ 1 വേർഡ് ഇടുമ്പോൾ ഇതൊക്കെ ഇട്ടുതരാം കേട്ടോ. പിന്നെ വയോജന ദിനം ഏത് ദിവസമാണെന്ന് ഓർത്തോണേ. എന്നാൽ വയോജന ദിനമായിട്ട് അറിയപ്പെടുന്നത് ഒക്ടോബർ അല്ലേ?
ഒക്ടോബർ 1 കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ നിങ്ങളെ. ലോകമെമ്മൽ വയോജന ദിന കർമ്മ പരിപാടികളെക്കുറിച്ച് കൂടുതൽ വായിച്ചറിയുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴെ ഒരു അൺഹെൽത്തി ഫുഡ് ഹാബിറ്റിനെ കുറിച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട് കണ്ടോ, അതൊന്ന് പഠിച്ച് വെച്ചിരിക്കണം കേട്ടോ. അൺഹെൽത്തി കേട്ടോ, ഈ പിക്ചർ ഇംഗ്ലീഷ് മീഡിയക്കാരും മലയാളം മീഡിയക്കാരും ഒന്ന് പഠിച്ച് വെച്ചേക്കണം നിങ്ങൾ കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ നോട്ട് ഒന്ന് നോക്കാം. നോട്ടും കൂടി പറയാം കുഞ്ഞുങ്ങളെ, ഒന്ന് ഓടിച്ചിട്ട് പറയാം. നമ്മൾ ഇത്രയും വായിച്ചില്ലേ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഒന്നാമത്തെ എഴുതിയെടുത്തല്ലോ. അടുത്ത രണ്ടാമത്തെ ചോദ്യം, വൈ ഡു വി ഈറ്റ് ഫുഡ്? എന്തിനാണ് നാം ആഹാരം കഴിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കാം അല്ലേ. എന്തിനാ കുഞ്ഞുങ്ങളെ നമ്മൾ ഫുഡ് കഴിക്കുന്നത്? ടു അച്ചീവ് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി നേടാൻ വേണ്ടി, രോഗത്തിൻ്റെ പ്രതിരോധ ശേഷി നേടാൻ വേണ്ടി, ടു അച്ചീവ് ഇമ്മ്യൂണിറ്റി എന്നാണ് കേട്ടോ. എന്തിനാണ് നാം ആഹാരം കഴിക്കുന്നതെന്ന്. ടു ഗ്രോത്ത് ആൻഡ് റിപ്പയർ ബോഡി, നമ്മുടെ വളർച്ച. ഗ്രോത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം വളരണം, വല്ലതും കഴിച്ചെങ്കിലെല്ലാം നമ്മൾ വളരത്തുള്ളൂ അല്ലേ. അതുപോലെ റിപ്പയർ ബോഡി എന്ന് വെച്ചാൽ എന്താ, വർക്ക്ഷോപ്പിൽ കൊടുത്ത് ശരിയാക്കണമെന്നോ അല്ല, നിർമ്മിതിക്കുക കേട്ടോ. നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു മുറിവുണ്ടായോ നിങ്ങളെ അല്ലേ, നമ്മളിപ്പോൾ എന്താ ഈ ബ്ലേഡോ വല്ലതും എടുത്തൊന്ന് മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവ് നമ്മുടെ ശരീരത്ത് കരിയണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഒരൊറ്റ വരി, ടു ഗെറ്റ് എനർജി ഫോർ ഡൂയിങ് വേരിയസ് ആക്ടിവിറ്റീസ്, നമുക്ക് ഊർജ്ജം ലഭിക്കാൻ, എനർജി ലഭിക്കണമെങ്കിൽ എന്താ, നമ്മൾ ഒരു നേരം ഉച്ചയ്ക്ക് ചോറുണ്ടില്ലെങ്കിൽ എന്താ, തീർന്നു അല്ലേ, നമ്മുടെ വെടി തീർന്നു അല്ലേ. ഇപ്പോൾ രാവിലെ നിങ്ങൾ ഇന്നും ആഹാരം കഴിച്ചിട്ട് വേണം സ്കൂളിൽ പോകാൻ കേട്ടോ. നിങ്ങൾ ഇച്ചിരി ലേറ്റ് ആയാലും വേണ്ടിയില്ല, രാവിലെ ആഹാരം നല്ലതുപോലെ കഴിച്ചിട്ട് വേണം സ്കൂളിൽ പോകാൻ കേട്ടോ. ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും രാത്രിയിലും ഒക്കെ നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, വളരുന്ന പ്രായമാണ്, ആഹാരം നല്ലതുപോലെ കഴിക്കുക. ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ബോഡി, ഓരോ ശരീരഭാഗങ്ങളുടെയും സുഗമമായ പ്രവർത്തനത്തിന് നമ്മൾ നല്ല രീതിയിൽ ആഹാരം കഴിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 പോയിന്റ് എഴുതിയിട്ടുള്ളൂ, ചെറിയ നോക്കി 4 പോയിന്റ് ആവും ഞങ്ങളെ. വൈ ഡു വി ഈറ്റ് ഫുഡ്? എന്തിനാണ് നാം ആഹാരം കഴിക്കുന്നത്? ഓക്കെ ആണോ? അടുത്ത മൂന്നാമത്തെ ചോദ്യം, How did a progress in science and technology after our food habit? കണ്ടോ, അങ്ങനെ ഒരു ചോദ്യമുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ടോ? ഹൗ ഡിഡ് പ്രോഗ്രസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി അഫക്റ്റ് അവർ ഫുഡ് ഹാബിറ്റ്? നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതി നമ്മുടെ ആഹാരശീലങ്ങളെ എപ്രകാരമാണ് സ്വാധീനിച്ചിട്ടുള്ളത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ആദ്യമേ മൊത്തം കേട്ടോ. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതി നമ്മുടെ ആഹാരശീലങ്ങളെ എപ്രകാരമാണ് സ്വാധീനിക്കുന്നത്? ഓൾ ലിവിങ് കണ്ടീഷൻസ് ഇംപ്രൂവ്ഡ് ഡ്യൂ ടു ദ പ്രോഗ്രസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. ഫുഡ് ഹാബിറ്റ് ചേഞ്ച്ഡ്. ദീസ് ചേഞ്ച് ആർ നോട്ട് ഗുഡ് ഫോർ എ ഹെൽത്തി ലൈഫ്. ഇവിടെ മെനു ഷുഡ് ബി ബാലൻസ്ഡ് ടു എൻഷുർ ദ ഇൻടേക്ക് ഓഫ് ആൾ ന്യൂട്രിയൻസ് ബൈ ഇൻക്ലൂഡിങ് ഡൈവേഴ്സ് ഫുഡ് ഐറ്റംസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം ആഹാരശീലത്തിനും മാറ്റം വരുത്തി. ഇത്തരം മാറ്റങ്ങൾ ആരോഗ്യകരമായ ജീവിതത്തിന് പര്യാപ്തമല്ല. വൈവിധ്യമാർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തി എല്ലാ പോഷകഘടകങ്ങളും ലഭിക്കത്തക്ക വിധം ആഹാരം ക്രമീകരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ആ ചോദ്യം നിങ്ങൾ കണ്ടോ, ഒരു വെറൈറ്റി ചോദ്യമാണ് കേട്ടോ. ആൻസർ എഴുതണേ. ഓക്കെ ആണല്ലോ, കാണാൻ പറ്റുന്നുണ്ട്, എഴുതാനും പറ്റുന്നുണ്ട്. അടുത്ത 4ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബ്ലംസ് വിത്ത് ഈറ്റിംഗ് വിത്ത് എൻജോയിങ് TV ഷോ? നമ്മുടെ ടെസ്റ്റിനകത്തിൽ തൊട്ടപ്പുറത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ അവിടെ വരെ എത്തിയില്ല, വായിച്ചങ്ങ് പോയതല്ലേ. നാട്ടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ ആയി നമ്മൾ കേട്ടോ, കാരണം അതിനകത്തിൽ എന്താ, ദേ മേ ഫുഡ് ഐറ്റംസ് അഫക്റ്റ് അവർ ഹെൽത്ത്, ഇതൊക്കെ ഉണ്ടോ കണ്ടോ. TV കണ്ടുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചാൽ, എൻ്റെ ഒരു ഗുണ്ടുമണി ചെറുക്ക ഇരിക്കുന്നുണ്ടോ, TV കണ്ടുകൊണ്ട് തിന്നാണോ? സ്റ്റോപ്പ് വാച്ചിങ് TV, ഗോ ആൻഡ് പ്ലേ ഔട്ട്സൈഡ് ഡിയർ. നീ TV കണ്ടുകൊണ്ട് അവിടെ ഇരിക്കാതെ ഇന്ന് എന്താ TV നിർത്തി വെച്ചിട്ട് വെളിയിൽ പോയി കളിക്കാൻ അല്ലേ. പെങ്ങളായിരിക്കും ഇല്ലേ, പെങ്ങളായിരിക്കും എത്ര ഇതായിട്ട് പറയുന്നെങ്കിൽ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ചോദ്യം ഉണ്ടോ ഞങ്ങളെ, വാട്ട് ഈസ് ദ പ്രോബ്ലംസ് വിത്ത് ഈറ്റിംഗ് വിത്ത് എൻജോയിങ് TV ഷോ? TV പരിപാടികൾ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ എന്താണ് പ്രശ്നം അല്ലേ? TV കണ്ടോണ്ട് എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്ന എന്താ പ്രശ്നം? ഈറ്റിംഗ് കെയർലെസ്ലി, അശ്രദ്ധയോടെ നമ്മൾ കഴിക്കും അല്ലേ. നമ്മൾ മിച്ചറൊക്കെ ആണെങ്കിൽ തിന്നുന്നെങ്കിൽ ബൾബിൻ്റെ കീഴിലാണ് നമ്മളിരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ജീവികളൊക്കെ എന്താ ബൾബിനകത്തുനിന്ന് പൊഴിഞ്ഞ് മിച്ചറി വീഴുമ്പോൾ മിച്ചറിൻ്റെ അളവ് കൂടും അല്ലേ. അപ്പോൾ ഈറ്റിംഗ് കെയർലെസ്ലി, അശ്രദ്ധയോടെ നമ്മൾ കഴിക്കുന്നു. ഈറ്റിംഗ് പാക്ക്ഡ് ഫുഡ് ടൂ മച്ച്, നമ്മൾ പാക്ക് ചെയ്ത ഭക്ഷണം അമിതമായിട്ട് കഴിക്കും അല്ലേ. ലെയ്സും അതുപോലെ തന്നെ എന്താ മിച്ചറായാലും ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ എന്താ എന്തെങ്കിലുമൊക്കെ ലുട്ടുകളൊക്കെ എന്താ നിങ്ങളെ നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ
പൊട്ടിച്ച് വെച്ചാൽ അത് അന്നേരം തീരും അല്ലേ, അതിൻ്റെ അളവൊന്നും നമ്മൾ നോക്കാറില്ല. അതുപോലെ ഈറ്റിംഗ് ടു മച്ച് ഫുഡ് വിത്ത് ഹൈ കലോറിക് വാല്യൂ. ഇപ്പോൾ ധാരാളം ഭക്ഷണം കഴിക്കുക അന്നേരം നമ്മൾ, അപ്പോൾ ഉയർന്ന കലോറിക മൂല്യമുള്ള ഭക്ഷണം അമിതമായിട്ട്, അപ്പോൾ നമ്മൾ എത്ര കഴിക്കുന്നതെന്ന് അറിയുന്നില്ല, ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ അത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ എപ്പോഴും കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ എന്താ കലോറിക് വാല്യൂ, കാലോറിക മൂല്യമുള്ള ഭക്ഷണം അമിതമായിട്ട് ചെല്ലുന്നു. ഈറ്റിംഗ് ടു മച്ച് ജങ്ക് ഫുഡ്, ധാരാളം ജങ്ക് ഭക്ഷണം നമ്മൾ കഴിക്കാനിടയാകുന്നു. ഈ ടി വിയുടെ മുന്നിൽ ഇരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ അളവൊന്നും അറിയത്തില്ല കുഞ്ഞുങ്ങളെ. ഇപ്പം അരമണിക്കൂറുള്ള പരിപാടിയാണെങ്കിലും എന്താ നമ്മൾ അരമണിക്കൂറും ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു കേട്ടോ. അത് എഴുതിയെടുക്കണേ ടി വിയുടെ. അടുത്ത 5ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റുകൾ എന്തെല്ലാമാണ്? വാട്ട് ആർ ദ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, അനാരോഗ്യകരമായ ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ്? റീയൂസ് ഓഫ് കുക്കിംഗ് ഓയിൽ അല്ലേ, ഉപയോഗിച്ച എണ്ണ നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നു. എക്സസ് യൂസ് ഓഫ് ബേക്കിംഗ് ഫുഡ് ഐറ്റംസ്, നമ്മൾ ബേക്കറി സാധനങ്ങളുടെ അമിതമായ ഉപയോഗം. എക്സസ് യൂസ് ഓഫ് ഷുഗർ, സാൾട്ട്, ഓയിൽ, ഗീ ആൻഡ് ഫാറ്റ്, പഞ്ചസാര, ഉപ്പ്, എണ്ണ, നെയ്യ്, കൊഴുപ്പ് എന്നിവയുടെ അമിതമായ ഉപയോഗം. ഹൈ കൺസംഷൻ ഓഫ് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ്, വറുത്ത ആഹാര വസ്തുക്കളുടെ കൂടുതൽ ഉപയോഗം. നോട്ട് ഈറ്റിംഗ് ഓൺ ടൈം, സമയത്ത് ആഹാരം കഴിക്കാതിരിക്കൽ. ഇതൊക്കെ എന്താ അനാരോഗ്യകരമായ ഭക്ഷണ രീതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് എന്ന് വെച്ചാൽ രാവിലെ ആഹാരം കഴിക്കണമെങ്കിൽ രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ട് കഴിച്ചില്ലെങ്കിലും രാത്രി 3 നേരം കറക്റ്റായിട്ട് ആഹാരം കഴിക്കണം കേട്ടോ. സമയത്ത് ആഹാരം കഴിക്കണമെന്ന്. വറുത്ത ആഹാര വസ്തുക്കളുടെ കൂടുതൽ ഉപയോഗം, വറുത്തത് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് കൊളസ്ട്രോളും ഉണ്ടാവും കേട്ടോ, കൊഴുപ്പ്. അതുപോലെ പഞ്ചസാര, ഉപ്പ്, എണ്ണ, നെയ്യ്, കൊഴുപ്പ് എന്നിവയൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ബേക്കറി സാധനങ്ങളുടെ അമിതമായ ഉപയോഗം, ഉപയോഗിച്ച എണ്ണ നമ്മൾ വീണ്ടും എടുത്ത് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ അനാരോഗ്യകരമായ ഭക്ഷണ രീതികൾ ആണ് കേട്ടോ. 5 എണ്ണം എഴുതിയിട്ടുണ്ട്. 5 എണ്ണവും ചെറുത് നോക്കി എഴുതിയതാ, പഠിക്കണേ. 6ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ പ്രോബ്ലംസ് വിത്ത് ഈറ്റിംഗ് ഫുഡ് ഐറ്റംസ് യു ലവ് ടു ഈറ്റ് റെഗുലർലി? നിങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ മാത്രം നിങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിക്കുന്നത് ശീലമാക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊരു ഇപ്പം മാഗി അല്ലേ, മാഗി, ഈപ്പി, നൂഡിൽസ്, ഇതിലൊക്കെ നമുക്ക് എന്താ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇത് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഗെറ്റ് സം ന്യൂട്രിയൻസിൻ്റെ എക്സസ്, ചില പോഷകങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ അപ്പം നമ്മുടെ ശരീരത്തിൽ ലഭിക്കും. അതുകൊണ്ട് നമുക്ക് ദോഷങ്ങളെ ഉണ്ടാകത്തുള്ളൂ. ഈറ്റിംഗ് ടു മച്ച് ഫുഡ്, ധാരാളം ഭക്ഷണം കഴിക്കാൻ അന്നേരം ഇടയാകുന്നു. ഡു നോട്ട് ഗെറ്റ് റിക്വയർഡ് ക്വാണ്ടിറ്റി വിറ്റാമിൻസ്, ആവശ്യത്തിന് വിറ്റാമിനുകൾ ലഭിക്കാതെ വരാൻ ഇടയാകുന്നു. ഒരു ഫുഡ് തന്നെ എന്നും കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിൽ എന്താണ് കൂടുതൽ എന്താണ് കുറവ് എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ആവശ്യത്തിനുള്ള വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിൽ ലഭിക്കാതെ വരാനിടയാകുന്നു വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള വിറ്റാമിനുകൾ കിട്ടാതെ വരുന്നു കേട്ടോ. അപ്പം ഈ 6 ക്വസ്റ്റ്യൻ ആൻസർ വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങൾ. നമ്മൾ വായിച്ച് കുറേ സമയം അങ്ങ് പോയി, പക്ഷേ അത് വായിക്കാതെ നമ്മൾ എഴുതാൻ പറ്റത്തില്ല, കാരണം അറിയണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതിൻ്റെ നോട്ട് എഴുതിയെടുത്തിട്ട് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടായാലും നിങ്ങൾ കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ. എന്നിട്ട് നമുക്ക് പാർട്ട് 2 എഴുതാം. നിങ്ങളുടെ കമൻറ്റ് കേട്ടിട്ട് വേണം എനിക്ക് പാർട്ട് 2 എടുക്കാൻ. കൊള്ളാമെങ്കിൽ വായിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം, ഇല്ലെങ്കിൽ നോട്ട് മാത്രം തരാം കേട്ടോ. PDF ഒക്കെ ചോദിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. PDF ഞാൻ തരാം. 2 ആഴ്ചയോടെ കഴിയുമ്പോൾ എല്ലാത്തിൻ്റെയും PDF വരുന്നുണ്ട് കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യണേ. ഓക്കെ നിങ്ങളെ.